അസ്സലാമലൈക്കും. ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിതാ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് പോയി വരാൻ വിചാരിച്ചു. ഒന്ന് രണ്ട് പീടികയിൽ കയറാണ്ട്, കിട്ടിയ ചാൻസ് അല്ലേ, എപ്പോഴൊന്ന് പോകാനും വരാനും ഒന്നും കഴിയൂലല്ലോ. അപ്പം അങ്ങനെ ഒന്ന് പുറത്ത് പോവാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല. വേറെന്താ വിശേഷം? നമ്മളിവിടെ മോനിപ്പോൾ 2 കൊല്ലമായി ഗൾഫിൽ തന്നെയാണ്. ഈ ഭാര്യ കുട്ടികളൊക്കെ ഉള്ളതിനെ കൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വരൂല. അതിനെക്കൊണ്ട് നമ്മളെ വണ്ടി കാറൊക്കെ വിറ്റിട്ടാണ് പോയത്. കാരണം ഇവിടെ നിർത്തിയിട്ടിട്ട് അത് പുറപുറന്നരി കേട് വരിക. പിന്നെ എൻ്റെ മാപ്പിള കാണിച്ച കാറൊന്നും ഓട്ടാൻ അറിയില്ല. 2 വീലർ മാത്രമേ ഓട്ടി പഠിച്ചിട്ടുള്ളൂ. ഇപ്പാണ് ഇങ്ങനെ പറയുന്നത്, പഠിച്ചാൽ മതിയായിരുന്നു. അപ്പോഴത്തേന് ഇന്ത്യയും മൂപ്പരിയൊക്കെ അവസ്ഥ പോയി. എനിക്കറിയായിരുന്നു, ഞാൻ വണ്ടിയൊക്കെ ഓട്ടാറുണ്ടായിരുന്നു, എനിക്ക് ലൈസൻസൊക്കെ ഉണ്ട്. ഞാൻ ഗൾഫിലൊക്കെ നല്ലോണം വണ്ടി ഓട്ടിയ ആളാണ്. ഇവിടെയും ടൗണ് മുഴുവനും വണ്ടി ഓട്ടി വീണ്ടും പഠിപ്പിച്ച് ലൈസൻസൊക്കെ എടുത്ത്. ദുബായിൽ പിന്നെ ലൈസൻസ് ഒന്നും ഇല്ലാണ്ട് കഴിഞ്ഞിട്ടാ. പണ്ടൊക്കെ പിന്നെ അങ്ങനെ ഓട്ടമായിരുന്നു, പെടുത്തും കാര്യമൊന്നുമില്ല. ഇപ്പോഴാണ് എല്ലാ പെടുത്തും സംഭവമൊക്കെ വന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് അവിടെ എല്ലായിടത്തും നമ്മൾ ടൂറ് പോകുമ്പോഴൊക്കെ കോർപ്പുക്കാലിലും പുജറയിലും അബുദാബിയിലൊക്കെ പോകുമ്പോൾ ഞാൻ വണ്ടി ഓട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഒടുങ്ങാങ്കാട്ടിൽ വന്നുങ്ങാണ്ട്, നമ്മൾ ഇപ്പോഴിച്ചപ്പോൾ അടുത്തൊന്നുമല്ല, ഒരു 4-5 കൊല്ലം മുന്നേ ഒടുങ്ങാങ്കാട്ട് പോയി തിരിച്ച് വരുമ്പോൾ ഞാൻ വണ്ടി ഓട്ടിയ സമയത്തുണ്ട് വലിയൊരു പിക്കപ്പ് ഉണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നിക്കണം. ഞാൻ പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിവില്ലാത്തൊരു കോലത്തിൽ. അപ്പോഴത്തേന് എൻ്റെ മോനിൻ്റെ വണ്ടീൻ്റെ മുന്നിൽ ഓനെ ഇരുന്നത്. എന്ത് ചെയ്ത് തിരിച്ച് വണ്ടി രക്ഷിച്ച് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളെല്ലാവരും അന്ന് മരണപ്പെടുകയും അതിന് കഴിച്ചിലാക്കി. എൻ്റെ മോൻ ഇങ്ങോട്ട് തിരിച്ചാൻ പാട് വേറൊരു പുതിയ ഒടുങ്ങാങ്കാട്ടിൽ വന്ന് പോണ വണ്ടിയാണ്. പേരൊക്കെ ഡീസാക്കിങ്ങാണ്ട് നമ്പറൊന്നും ഒട്ടിച്ചില്ല. ഒരു ഒടുങ്ങാങ്കാട്ട് വന്ന് പോണ സമയത്ത് ഒരു സൈഡിൽ കൂടെ വണ്ടി ഇങ്ങനെ പോകണം. ആ സൈഡിലേക്കായി പോയി എൻ്റെ വണ്ടി. ഞാനും തിരിച്ചതിൻ്റെ പിള്ളേരെ ഞാനും തിരിച്ച് എല്ലാം കൂടെ വയറ്റിയാളെ വണ്ടിപ്പോൾ കൊണ്ടുവച്ചിട്ട് കറുന്നിട്ട് തേച്ച് കൊടുത്തു. തേച്ചമ്മൽ എന്തായി, പുതിയ വണ്ടിയല്ലേ, അതിന്മേൽ നല്ലൊരു വര അങ്ങോട്ട് വന്ന്. ചുവപ്പ് വണ്ടിയായിരുന്നു, നമ്മളത് വെള്ള വണ്ടി. അങ്ങനെ എല്ലാം കൂടെ ലാസ്റ്റ് അവിടെ എല്ലാം കൂടെ ഇറങ്ങി പ്രശ്നമായി. ലാസ്റ്റ് പഞ്ചായത്താക്കി. അങ്ങനെ അവർക്ക് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ ഓലെ പഞ്ചായത്താക്കി വിട്ടു മക്കളെ. അതിൻ്റെ ശേഷം എനിക്ക് വണ്ടി കാണുമ്പോൾ വിറലാണ്. ഇപ്പോൾ അതിൻ്റെ മുന്നിലിരിക്കാനും അതിൻ്റെ ഷെയറിങ് പിടിക്കാനൊക്കെ പേടിയാണ്. അതിനെക്കൊണ്ട് യാതൊരു കൊതുമില്ല. അങ്ങനെ ആയിട്ട് നമ്മളെ വണ്ടി വിറ്റ്. ഇനി ഇൻഷാ അല്ലാ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോൻ വന്നപ്പോൾ ഓന് വാടകയ്ക്കാണ് എടുത്തത്. കാരണം സ്വന്തം വാങ്ങിയിട്ട് കാര്യമില്ല. ഓല 2 മാസത്തെ ലീവ് ഓലെ വരുത്തും ഓട്ടും പോക്കും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുക. അതാണിപ്പോൾ ലാഭം എന്നാണ് നല്ലത്. വല്ല ടാക്സ് അടിക്കണോ, പിന്നെ നിർത്തിയിട്ട് കേടുന്നല്ല അപ്പുറം നേരാക്കണോ. അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം വർത്താനം ഒക്കെ മക്കളെ. അമ്മാൻ്റെ വർത്താനം കേട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട. ഇങ്ങനെ പോണ കാര്യം ആലോചിക്കുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ കാര്യം ആലോചിച്ച് നോക്കും. ഇത്രയും പേടി വന്നല്ലോ എനിക്ക് വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ വർത്താനം. വേറെ എന്തൊക്കെ വിശേഷം? സുഖമാണ്, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അങ്ങനെ നമ്മളിതാ അവിടെ ഒരു തുണിഷാപ്പിലേക്ക് വന്നാണ്. 2 ജൂൽദാറൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് വണ്ടി ഇങ്ങനെ സൈഡാക്കാൻ നോക്കുകയാണ്. പിന്നെ നല്ലൊരു സന്തോഷം തോന്നി പുറത്തൊന്ന് ഇറങ്ങുമ്പോൾ. ഞാനൊന്നും പുറത്തെപ്പോഴും ഇറങ്ങാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയ ചാൻസ് ആയാൽ ഇറങ്ങാമെന്നല്ലാണ്ട്. ഇതിപ്പോൾ മോളെ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓന് വണ്ടി എടുത്ത് വന്നപ്പോൾ ഓൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ വിചാരിച്ചാണ്. വേറെന്താ വിശേഷം? പാത്തുവിൻ്റെ നേരെ മൂത്തവനക്ക് ലൈസൻസൊക്കെ ഉണ്ടല്ലോ. അവനക്കിപ്പോൾ എത്ര വയസ്സായി? 18 വയസ്സ് കഴിഞ്ഞേ പാട് ലൈസൻസ് എടുത്തതാണ്. പഠിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും പഠിച്ചവൻ എല്ലാവർക്കും അഹങ്കാരമൊന്നും പറയില്ല. റബ്ബേ, എൻ്റെ മക്കൾക്ക് ലോകത്തിലെല്ലാവർക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. അങ്ങനെ നമ്മളിതാ തുണിക്കടയിൽ കയറി. അങ്ങനെ 1-2 തുണികളൊക്കെ നോക്കി അത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കുട്ടിയൊക്കെ അയച്ചു കൊടുത്താണ്. ഏത് കളറാണ് വേണ്ടിയത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷം. സുഖമാണോ? അങ്ങനെ നമ്മൾ ഓരോന്ന് വലിച്ചെടുക്കുമ്പോൾ എനിക്കിഷ്ടമില്ല. തുണിഷാപ്പിൽ ചെന്നാൽ കുറേ തുണി കുപ്പായം വലിച്ചിടുന്നത്. കാരണം അത് അയറ്റിയൊക്കെ ഒരു ബുദ്ധിമുട്ട്. നമ്മളാലാക്കി കൊടുക്കരുതല്ലോ, മടക്കി വെക്കാനുള്ള പ്രശ്നമാണ്. അപ്പോൾ ഞാനൊരു കളർ ഇഷ്ടപ്പെട്ടാൽ അത് തോണ്ടി അങ്ങ് വാങ്ങും, അതിങ്ങോട്ടേക്ക് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെയാണ്. അങ്ങനെ അല്ലാണ്ട് കുറേ വലിച്ചെടുപ്പിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. ഇതൊക്കെ നല്ല കളറല്ലേ കാണാൻ.
എൻ്റെ അടുത്ത് ആ കളറൊക്കെ ഉണ്ട്, അതിനെക്കൊണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ 3-4 ചുരിദാർ പെരുന്നാക്കത്തേക്കുള്ളത് ഇവിടെ ഉണ്ട്. മക്കൾ എടുത്തുതന്നത്, 2 പെൺകുട്ടികൾ എടുത്തുതന്നതും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വർത്താനം. വേറെന്താ വിശേഷങ്ങൾ മക്കളെ? നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പാത്ത് പോയി നിൽക്കണുണ്ടോ? ആ കുട്ടി ഇട്ടതും ഓളിട്ടതും ഏകദേശം ഒന്ന് അറിഞ്ഞാണ്ട് അതിൻ്റെ അടുത്ത് പോയി. നേരത്തെ അങ്ങോട്ടേക്ക് അപ്പം നേരത്തെ എവിടെയോ കൈ തട്ടിപ്പോയിട്ട് എന്താ? ഞാനിതാണ് റെനാസ എടുത്തത്. എനിക്കിതാണ് ഇഷ്ടമായത് കേട്ടോ. ഇതിൻ്റെ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണ് ഇത് കൂടുതൽ കളറ്, ഇത് കുറച്ചും കൂടെ കളറ് കമ്മിയാണ്. നല്ല രസമുണ്ട് കാണാൻ. മമ്മിക്ക് ഇത് ഇഷ്ടമായി, ഇതെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും, എൻ്റെ ലൈവിൽ വരുന്ന എല്ലാവർക്കും, വന്നു പോയവർക്കും വന്നവർക്കും വരാനുള്ളവർക്കും ഗൾഫിലുള്ള എല്ലാവർക്കും കുറച്ചാൻ ആയുസ്സും ആരോഗ്യ ആഫിയത്തും സന്തോഷം സമ്മാനം കൊടുക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.